സോ ഹായ് ഗായ്സ്, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ കുറച്ച് ഞാൻ മഷ്റൂം ഫാം ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ ഒരു 36 ഡിഗ്രി സെൽഷ്യസ് 33 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. ആക്ച്വലി അവർക്ക് വേണ്ടത് 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ ഹ്യൂമിഡിറ്റി. അപ്പോൾ ആസ് എ ഫാമർ ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്, അത് പ്രൊവൈഡ് ചെയ്യാനൊക്കെ. പക്ഷേ ചില സമയത്ത് നമ്മൾ ഫെയിലായിപ്പോകും. നമ്മൾ എത്ര ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കാമെന്നാലും അത് എന്താ പറയുക, ഫെയിലാകും. പക്ഷെ ഞാനതിൽ തളർന്നിട്ടില്ല. എനിക്ക് പറ്റാവുന്ന രീതിയിൽ തന്നെ ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റും. അപ്പോൾ നമുക്കത് ഇച്ചിരി പെയിൻഫുള്ളാണ്. അത് എങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യുക, അതെങ്ങനെയാണത് മുന്നോട്ട് പോവുക, ഇത് നമുക്ക് കുറേ ഡൗട്ട്സ് അടിക്കും. എനിക്ക് നല്ല ഡൗട്ട് അടിക്കണ്ടേ, എനിക്ക് എന്താ പറയുക, ഇട്ടിട്ട് പോകാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അതേസമയം എൻ്റെ മനസ്സ് പറയണ വെയിറ്റ് ചെയ്യും. ജസ്റ്റ് ലൈക്ക് ദിസ് സീസൺ വിൽ ചേഞ്ച്, എവറിത്തിങ് വിൽ ചേഞ്ച്, നിനക്ക് ഫേവറായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. സോ യെസ്റ്റർഡേ വാസ് സോ സാഡ്. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നലെ നല്ല ഡിഗ്രി ആയിരുന്നു, നല്ല ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു. പിന്നെ നോക്കുമ്പോണ്ട് മേഘമൊക്കെ ഇരുണ്ട് വന്നേക്കും. അപ്പോൾ വെച്ചാൽ ഇനി രാത്രി ഉണ്ടാവും, അല്ല എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നോക്കിയപ്പോൾ ഉണ്ട് മഴ പെയ്യാൻ പോണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി പ്രതീക്ഷ വന്നു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് എനിക്കിതെങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്ന് അറിയില്ല. അതായത് നമുക്ക് ഈ വരുന്ന ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ട ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എങ്ങനെ പകച്ചു നിൽക്കും. പക്ഷേ സംഹൗ നേച്ചർ തന്നെ എനിക്ക് ഓരോ സൈൻസ് കാണിച്ചു തരും. ഡോണ്ട് വെറി, ലെറ്റ്സ് എന്താ പറയുക, ഇതൊക്കെ മാറും എന്ന് പറഞ്ഞു. അപ്പം ഞാനിന്ന് അതിൻ്റെ ഒരു വിഷമത്തിലാണ്. ഇപ്പം ഇന്ന് എനിക്ക് പ്രൊഡക്ഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ ആൾക്കാർക്ക് ഡെയിലി നമുക്ക് കൊടുക്കേണ്ട ആൾക്കാർ കുറയുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഈ സാഹചര്യത്തിൽ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് എപ്പോഴും മഷ്റൂം പൊട്ടിക്കുന്നതും അതും ഇതും മാത്രം ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് ഇത്ര എളുപ്പമാണോ എന്ന് വിചാരിക്കും. ആക്ച്വലി അല്ല. ഇതിന് നല്ല കെയർ വേണം, അതിൻ്റെ ടെമ്പറേച്ചറും പരിപാടികളൊക്കെ വേണം. നമ്മളൊരു കുഞ്ഞു കുട്ടീനെ എങ്ങനെ പരിപാലിക്കും, അതേപോലെ തന്നെയാണ് ഇവരെ നോക്കേണ്ടത്. അപ്പം അതിൻ്റെ അത്ര കെയർ നമ്മൾ കൊടുക്കണം. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദിസ് വൺ ഓഫ് മൈ ചാലഞ്ച്. ഞാൻ ഫേസ് ചെയ്യുന്നതെന്ന് എന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വോണ്ട് സേ ഇറ്റ് ആസ് എ സ്ട്രഗിൾ അല്ല, ഇറ്റ്സ് എ ചാലഞ്ച് ദാറ്റ് നമുക്കത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നേ ഉള്ളൂ. പക്ഷേ ചില സമയത്ത് നമ്മൾ കയ്യിൽ പോകും. അപ്പോൾ നമ്മൾ കയ്യിൽ പോകുമ്പോൾ നമ്മളത് അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഐ എം റെഡി ടു അഡ്മിറ്റ് ദാറ്റ് ആൻഡ് ലെറ്റ്സ് ഡു ഇറ്റ്. ലെറ്റ്സ് ട്രൈ. ഇറ്റ്സ് ഓൾ അബൌട്ട് എ ട്രൈ. ലെറ്റ്സ് ട്രൈ. ബൈ.